ഒഴിവ് സമയങ്ങളിൽ ഓഡീഷനിൽ പങ്കെടുക്കും. സിനിമയുടെ ഓഡീഷനിൽ സിനിമ പങ്കെടുക്കും. ഇഷ്ടമാണ്, ഭയങ്കര സ്വപ്നമാണ്. അതെ. നൂറാക്കില്ല സദ്യ മതി. 100 ആക്കില്ലത് കസേരയാ ഏട്ടാ. 150 ആക്കില്ല കസേര വേണം. ഞാൻ സാമി 150 കേട്ടാ. 100 150. നമസ്കാരം, ഞാൻ സുനിൽ സൂര്യ, ആക്ടറാണ്. ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളൊക്കെ നേടിയ 2021 പുറത്തിറങ്ങിയ തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയിലൂടെയാണ് പ്രധാന വേഷമത്തിൽ അഭിനയിച്ചുകൊണ്ട് ഞാൻ സിനിമാ രംഗത്തെത്തുന്നത്. നിത്യേന യാത്രകളൊക്കെ, ട്രെയിൻ യാത്രകളൊക്കെ ചെയ്യുമ്പോഴൊക്കെ തന്നെ ഞാൻ എൻ്റെ മുടിയെ കുറിച്ചിട്ട് അധികം ചിന്തിക്കാറില്ലായിരുന്നു. പക്ഷെ സിനിമയിലേക്ക് വരുമ്പോഴാണ്, നമ്മൾ ക്യാമറയുടെ മുന്നിൽ ഫേസ് ചെയ്യുമ്പോഴാണ് ഒരു അഭിനേതാവിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് തൻ്റെ ഹെയർ എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. മുടിയൊക്കെ ചെറുതായിട്ട് പോകാൻ തുടങ്ങി. തിങ്കളാഴ്ച നിശ്ചയത്തിന് ശേഷം CBI 5 എന്ന സിനിമ, അതുപോലെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ പുറത്തിറങ്ങിയ വെബ് സീരീസ് പേരില്ലൂർ പ്രീമിയർ ലീഗ് അടക്കം, പിന്നീട് ഞാൻ അഭിനയിക്കാൻ പോകുമ്പോഴൊക്കെ ഈ മുടി വല്ലാതെ തന്നെ വേദനിപ്പിക്കേണ്ടായി. ആക്ടർ എന്ന നിലയ്ക്ക് എൻ്റെ കോൺഫിഡൻസിന് അത് ബാധിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, എവിടെ പോയിട്ട് ഞാൻ എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം എന്നുള്ളത് എന്നെ ശരിക്കും ആശയക്കുഴപ്പത്തിലാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അഭിനേതാവുമായ സാജൻ സൂര്യ ചേട്ടൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത വീഡിയോസും അദ്ദേഹത്തിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടത്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടു. ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ ആ ഒരു റിസൾട്ട് കണ്ടിട്ട്. അദ്ദേഹം എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നു, ഇത് കൊച്ചിയിലുള്ള ലാ ഡെൻസിറ്റിയിൽ നിന്ന് ചെയ്തതാണ്. ജാദൂൺ എന്ന് പറയുന്ന ഡോക്ടർ, അദ്ദേഹമാണ് ചെയ്തത്. അദ്ദേഹം ഒരുപാട് ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. സെലിബ്രിറ്റീസ് കൂടാതെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ശേഷം അവർക്ക് വന്ന റിസൾട്ട് കണ്ട് വളരെയധികം ആത്മവിശ്വാസം തോന്നി. ഡോക്ടേഴ്സ് ആയാലും മറ്റ് സ്റ്റാഫുകളായാലും എല്ലാവരും കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്ന് നമ്മളെ വളരെ കെയർ ചെയ്ത് സർജറി ചെയ്യാൻ വേണ്ടി എന്നെ ഇങ്ങനെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും ഇന്നാണ് എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന ദിവസം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ശേഷം റിസൾട്ട്, കാര്യങ്ങൾ, വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും വീണ്ടും വരുന്നതാണ്.